എൻ്റെ കുറച്ച് അനുഭവങ്ങളാണ് പറയാൻ പോണത്. അനുഭവങ്ങൾ എന്ന് പറയുമ്പം അത് ഭയങ്കര സങ്കടകരമായ അനുഭവങ്ങളാണ്. കാരണം നമുക്കൊരിക്കലും തിരിച്ച് കിട്ടാത്ത നമ്മുടെ കുട്ടിക്കാലത്തെ കുറച്ച് അനുഭവങ്ങൾ. ഞാനിങ്ങനെ യാത്രകൾ ചെയ്ത് പല രാജ്യങ്ങളിലൂടെ പോകുമ്പം ഇപ്പം ഫ്ലൈറ്റിലൊക്കെ ചിലപ്പോൾ 8-10 മണിക്കൂറൊക്കെ ഇരിക്കേണ്ടി വരും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ആൾക്കാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്നത് പഴയ മലയാളം പാട്ടുകൾ കേൾക്കുക എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ മുഴുവനായിട്ടുള്ളത് പഴയ മലയാളം പാട്ടുകളാണ്. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പം ചില പ്രത്യേക പാട്ട് കേൾക്കുമ്പം നമ്മൾ കുട്ടിക്കാലത്ത് ആ പാട്ട് കേട്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും, ഒരു സന്ദർഭം ഉണ്ടാവും, അതിങ്ങനെ വരും. അപ്പോൾ എനിക്ക് തോന്നും, പഠിച്ചോനെ, നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ നഷ്ടമായി നമ്മുടെ കുട്ടിക്കാലം അല്ലേ. കാരണം നമ്മൾ ചെറുപ്പകാലത്തിൽ നമ്മൾ ചില ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പം ചൂണ്ടിടാൻ പോകുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നുണ്ടാവും, വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ സൈക്കിൾ ഓടിക്കുന്നുണ്ടാവും. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന പാട്ടുകളാണ് നമ്മൾ ഇപ്പം കേൾക്കുന്നെങ്കിൽ നമുക്ക് ആ ഒരു കുട്ടിക്കാലം നമുക്ക് മിസ് ചെയ്യും. എന്ത് അടിപൊളി ആയിരുന്നല്ലേ. ഒരു തലവേദനയില്ല, പ്രശ്നങ്ങളില്ല. എത്ര വലിയ കോടീശ്വരനാണോ, എത്ര വലിയ പൈസക്കാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാത്തൊരു മെമ്മറീസ് അത്. നിങ്ങളൊക്കെ ഇപ്പം ജീവിക്കുന്നത് ഒരു 20 വയസ്സിന് താഴെയാണെങ്കിൽ മക്കളെ, നിങ്ങൾ ഭയങ്കര ലക്കി കേട്ടോ. കാരണം നിങ്ങളുടെ ലൈഫിലെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റിലേക്കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പം എൻ്റെയൊക്കെ പ്രായമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ 40 വയസ്സ് കഴിഞ്ഞ് 45 വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നോട്ട് തിരിഞ്ഞിട്ട് ആലോചിക്കുമ്പം നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരാൻ പോണത് 20 വയസ്സിന് മുന്നേയുള്ള നിങ്ങളുടെ കുട്ടിക്കാലാണ്. ഒരു 10-നും 20-നും വയസ്സും ആ ഒരു റേഞ്ചിലുള്ള കുട്ടിക്കാലാണ്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കുറച്ച് നല്ലതുണ്ടാവും. ഈ ഒരു കാലത്ത് നിങ്ങൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ ഒരിക്കലും നിങ്ങൾ സന്തോഷകരമായ ഒരു ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പം ഞാനിങ്ങനെ നോക്കുമ്പം ആദ്യമായിട്ട് ഞാൻ ലിഫ്റ്റ് കയറിയ അനുഭവമാണ്. വളരെ രസമാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അഖിൽ അല്ലേ, നമ്മുടെ ഡ്രോൺമാൻ. അവനാണ് ചെറുപ്പത്തിൽ എൻ്റെ ഒരുവിധ എല്ലാ പരിപാടിയും കൂട്ടുന്നില്ല. കാരണം ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് 1 മുതൽ 4 വരെ പഠിച്ചത്. അപ്പോൾ ഉച്ചക്കൊക്കെ അവൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കില്ല. അവൻ്റെ വീട്ടിൽ ഇപ്പോഴുള്ള വീട്ടിലെ പഴയ വീടാണ്. ഞങ്ങൾ അവിടെ പോകും, ഉച്ചക്ക് അവിടെ പോകും. അവിടെ പോയിട്ട് അവിടെ നിന്ന് നല്ല ചോറും കറിയൊക്കെ കിട്ടും. അപ്പോൾ അവനോട് കഴിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളിത്. ഒരു ദിവസം നമ്മുടെ നാട്ടിലത്തെ ചെറിയൊരു മാള് പോലത്തെ ചെറിയ സംഭവം ഓപ്പണാക്കി. അപ്പോൾ ഓപ്പണാക്കി ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പം എല്ലാവരും പറഞ്ഞു, അവിടെ ഇന്ന ഒരു ഫാൽക്കൺ പ്ലാസ, അതായിരുന്നു പേര്. ഇരിട്ടിക്കാർക്ക് അറിയാം. ഫാൽക്കൺ പ്ലാസ ലിഫ്റ്റ് ഉണ്ട്, നിങ്ങൾക്കറിയാമെന്നറിയില്ല. ഇങ്ങനെ എന്നെ വിളിച്ചു. അപ്പുവിൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പം ഞാൻ ഓടിപ്പോയി അവിടെ പോയി നോക്കുമ്പോൾ ആദ്യമായിട്ട് ലിഫ്റ്റ് കാണുന്നത്. അപ്പോൾ ഞാനും അവനും കൂടി താഴെ നിന്ന് മുകളിൽ താഴെയില്ല. പിന്നെ നമ്മളിങ്ങനെ ട്രിപ്പ് അടിക്കുന്നുണ്ടപ്പോൾ സെക്യൂരിറ്റി പിടിച്ച് പുറത്താക്കി. അങ്ങനെ അവിടെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ പെപ്സിന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ പെപ്സിക്കൊന്നും വലിയ വിലയില്ല, കാരണം നമുക്ക് എവിടെ പോയാലും കിട്ടും. പക്ഷെ അന്നൊക്കെ നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലെ ബോട്ടിലിടുന്നത്. ഞാനും അവനും കൂടി അവിടെ നിന്ന്, എൻ്റെ ഓർമ്മ വെച്ചിട്ടാണെങ്കിൽ മെരിൻഡയുടെ സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ 2 ബോട്ടിൽ വാങ്ങിയിട്ട് അത് ഞങ്ങൾ പൊട്ടിക്കാതെ എടുത്ത് ഞങ്ങൾ സൈക്കിളിലെടുത്ത് ഞാൻ വന്നു. എൻ്റെ വീട്ടിലൊന്നും അന്നേരം കറണ്ട് വരില്ല. ഫ്രിഡ്ജ് പോയിട്ട് കറണ്ടില്ലാത്ത വീടാണ് ഞങ്ങളുടെ നാട്ടിലത്തെ ഒരു വീട്ടിൽ ഒരു കുപ്പി വെച്ചു. എന്നിട്ട് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്ത് തണുപ്പിച്ച്, എന്നിട്ട് വൈകുന്നേരം ഞങ്ങൾ രണ്ടുപേരും എടുത്ത് പറമ്പത്ത് പോയിരുന്ന് കുടിച്ചു. അതൊക്കെ ഒരു അടിപൊളി ഓർമ്മയായിരുന്നു. എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച ആരായിരുന്നു എനിക്ക്? ഞാനിപ്പം ബൈക്കിലൊക്കെ ഓടിക്കുന്നുണ്ടല്ലോ. ആദ്യമായിട്ട് എനിക്കൊരു ഇരുചക്ര വാഹനം ഓടിക്കാവുന്നത് നമ്മുടെ കേട്ടോ. അവൻ്റെ അടുത്തൊരു സൈക്കിളിന് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഇങ്ങനെ ബെൻഡായിട്ടുള്ളൊരു സൈക്കിള്, അതിൽ മരത്തിൻ്റെ പോലത്തെ ഒരു സീറ്റും, അതിൻ്റെ ബേക്കിൽ ഇങ്ങനെ വലുപ്പത്തിലൊരു കമ്പിയും, എന്ന് വെച്ചാൽ ബേക്ക് സൈഡിൽ ഇങ്ങനെ വലുപ്പത്തിൽ കമ്പി ഉണ്ടാവും. അപ്പോൾ അതിൽ പിന്നെ അവൻ അടിപൊളി ഓടിച്ചു. അവൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു പ്രകൃതി എന്ന് പറഞ്ഞ ചെറിയ കോളേജ് ഉണ്ട്. ഇപ്പം കുറച്ച് വലുതായി. അന്നൊക്കെ ചെറിയൊരു സ്ഥാപനമായിരുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു ബമ്പൊക്കെ ഉണ്ടായിരുന്നു. അവൻ വലിയ ഷോ ആക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി ചാടും. എനിക്കാണ് ഓടിക്കാറില്ല. അപ്പോൾ ഞാൻ അവനോട് ഓടിക്കാൻ പഠിപ്പിച്ചാടാ, പ്ലീസ് ഒന്ന് ഓടിക്കാൻ പഠിപ്പിച്ചാടാ. അപ്പോൾ അവൻ പറയും, അതിന് നമുക്ക് ആദ്യം ബാലൻസ് വേണം. ഞാൻ പറഞ്ഞു, ബാലൻസ് എവിടെ നമുക്ക് വാങ്ങാൻ കിട്ടുമോ? അത് കിട്ടുന്ന സാധനമല്ല, ഇതാണ് ബാലൻസ്. പോയിട്ട് എന്താണെന്ന് അറിയാത്തൊരു പ്രായമാണ്, ആ ഒരു ചെറുപ്പകാലത്തിലാണ്. അവനാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പിടിച്ച് എനിക്ക് ആ ഒരു സൈക്കിൾ ഓടിക്കാനുള്ളൊരു കപ്പാസിറ്റി ആക്കി തന്നത്. പക്ഷേങ്കിൽ ഞങ്ങൾ സാമ്പത്തികപരമായിട്ട് വളരെ പാവപ്പെട്ട ഫാമിലി ആയിരുന്നു. സൈക്കിളും കാര്യങ്ങളൊന്നും വാങ്ങാനൊന്നും ഓപ്ഷനില്ല. എന്നാലും ഉപ്പാനെ കൊണ്ട് പറ്റുന്നവരെ ഞങ്ങൾ നോക്കിയിരുന്നു. നമുക്ക് കളിക്കാൻ വേണ്ടി ടയറൊക്കെ കൊണ്ടുതരുമായിരുന്നു ചെറുപ്പത്തിൽ. ഞാൻ ആദ്യമായിട്ട് സൈക്കിൾ വാങ്ങിയത് എൻ്റെ പൈസനെ കൊണ്ടാണ്. ഞാൻ ഇരിട്ടി ടൗണിൽ രാഷ്ട്രദീപിക പത്രം ഇട്ടിട്ടും, അതുപോലെ നമ്മൾ ചൂട് കടല സായനത്തിൽ പോയിട്ട് വിറ്റിട്ടൊക്കെ കിട്ടുന്ന പൈസ 200 രൂപ കൊടുത്തിട്ടാണ് ആദ്യമായിട്ട് ഞാൻ എൻ്റെ സൈക്കിൾ വാങ്ങുന്നത്. അതിന് സൈക്കിളിൽ ടയർ വാങ്ങാനല്ലേ വേറെ പൈസ. ഇതൊക്കെ ഒരു സ്റ്റോറിയാണ്. അതിനിടയിൽ വേറൊരു സംഭവം നടന്നു. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പം അവൻ്റെ വീട്ടിൽ അവൻ്റെ പഴയ ഓടിപൊളി സൈക്കിൾ എടുപ്പുണ്ട്. അപ്പോൾ ഞാനങ്ങനെ അവൻ്റെ വീട്ടിൽ പോയിട്ട്
അവർ ഉമ്മാട് പറഞ്ഞു ഈ സൈക്കിൾ എനിക്ക് വേണമെന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു 250 രൂപ കണ്ടാൽ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു 10 ദിവസം കൊണ്ട് തരാം, ഡെയിലി 10 റുപ്യ 20 റുപ്യ കൊണ്ട് തരാം. അവർ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ കൂട്ടി വെക്കാൻ തുടങ്ങി. പക്ഷെ കൂട്ടി വെച്ചിട്ട് എനിക്ക് എത്തിയിട്ടില്ല. അങ്ങനെയാണ് ആ ഫണ്ട് കൊണ്ട് എൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ, ആ ഏട്ടൻ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്കൊരു കല്യാണത്തിന് ആവശ്യത്തിന് വന്നപ്പം അവരുടെ ലോറിയുടെ പുറത്ത് കെട്ടി വെച്ചിട്ടാണ് എനിക്ക് സൈക്കിൾ കൊണ്ടുവന്നത്. പക്ഷെ അതിന് പൈസ കൊടുത്തു. ഞാൻ പൈസ കൊടുത്തത് സ്വന്തമാക്കി. എന്തെല്ലോ പറയുന്നുണ്ടല്ലേ. ഞാൻ കുറേ കാലമായിട്ട് ഇതെല്ലാം പറയണമെന്ന് വിചാരിക്കുന്നത്. കാരണം അതൊക്കെ ഒരു മൊമെൻ്റാണ്. ഇപ്പോഴും പറയുന്നു, ഞാനൊക്കെ എൻ്റെ ലൈഫിൻ്റെ ഏകദേശം ഒരു 75% ഞാനൊക്കെ ജീവിച്ച് തീർത്തു. നമുക്ക് എൻ്റെ ലൈഫിൽ നമുക്ക് ആകെയുള്ള നമുക്ക് ഏകദേശം ഒരു 25% നമുക്കുണ്ടാവും. അതെങ്ങനെ മനോഹരമാക്കാം എന്നാണ് ഇപ്പം നോക്കുന്നത്. ഇപ്പം പലരുടെയും വിചാരം കുറച്ച് പൈസയുള്ള ആൾക്കാരെ കാണുമ്പോൾ അവരാണ് ഭാഗ്യവന്മാരെന്ന്. അല്ല കേട്ടോ, പ്രായമുള്ളവരാണ് ഭാഗ്യവന്മാർ. എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ആയുസ് എത്രത്തോളം കൂടുതലുണ്ടോ അത്രത്തോളം നിങ്ങൾ ഭാഗ്യവന്മാരാണ്. നിങ്ങളൊരു 10 വയസ്സിലെ ആളാണെങ്കിൽ നിങ്ങളെക്കാൾ ഭാഗ്യമുള്ള ആളാണ് 9 വയസ്സിലെ ആൾ. നിങ്ങളൊരു 20 വയസ്സിലെ ആളാണെങ്കിൽ നിങ്ങളെക്കാൾ ഭാഗ്യമുള്ളവരാണ് 19 വയസ്സിലെ ആൾക്കാർ. കാരണം എന്താ, നിങ്ങളുടെ ലൈഫിൽ ഇനി 20 കൊല്ലം കഴിഞ്ഞു, അവരുടെ ലൈഫിൽ 19 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. ജീവിതത്തിൽ പൈസ കൊടുത്താലും വാങ്ങാൻ കിട്ടാത്ത ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ആയുസ്സാണ്. ആ ആയുസ് നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടുന്നതനുസരിച്ചിട്ട് നമ്മൾ ദരിദ്രരായിക്കൊണ്ടിരിക്കുക. എനിക്ക് 10-34 കൊല്ലം കഴിഞ്ഞു. എൻ്റെ മക്കളാണ് എന്നെക്കാൾ ഭാഗ്യവന്മാർ. കാരണം അവർക്കൊക്കെ 9-10 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പം പലരും പറഞ്ഞിട്ട് സാമ്പത്തികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. പലരും പറഞ്ഞിട്ട് നമ്മളൊക്കെ ജീവിതം അവസാനിപ്പിക്കാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. എന്തിന്? ഒരു ജീവൻ്റെ വില മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 50 വയസ്സ് 55 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 60 വയസ്സ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന കുറച്ച് പ്രായമായ ആൾക്കാരുണ്ടാവും. അവരൊന്ന് കണ്ടാൽ മതി. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ വെല്ലുമ്മയുണ്ട്, നിങ്ങളൊന്ന് വന്ന് കണ്ടാൽ മതി. ഞങ്ങളൊക്കെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. എന്നാലും വെല്ലുമ്മക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, നല്ലൊരു ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ എവിടെയെങ്കിലും പോകാൻ അത് പറ്റില്ല. അതിപ്പോൾ നമ്മൾ എത്ര കോടികൾ ചിലവാക്കിയാലും പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? പ്രായമായി, വയസ്സായി, ആയുസ് തീരാനായി. നമ്മളൊക്കെ ആ ഒരു സ്റ്റേജിൽ ഒരു കാലത്തെത്തും. എല്ലാവരും എത്തും. ഞാനും എത്തും, നിങ്ങളെത്തും, അംബാനി എത്തും, ബിൽഗേറ്റ്സും എത്തും, മുഖ്യമന്ത്രി എത്തും, പ്രധാനമന്ത്രി എത്തും. എല്ലാവരും, ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെത്തും. അതാണ് പ്രകൃതി നിയമം. ആ ഒരു പ്രായമെത്തുമ്പോൾ നമുക്ക് ആകെ സമ്പാദ്യമായിട്ടുണ്ടാവുന്നതേ നമ്മുടെ കുറച്ച് ഓർമ്മകളാണ്. ആ ഓർമ്മകൾ നല്ലതാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണം. നിലവിൽ നിങ്ങൾ ചെയ്യുന്നതെന്താ? പൊതുവേ ഇപ്പം നിലവിലെ യുവത്വത്തിൽ ആൾക്കാർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് കാണുമ്പോൾ ട്രെൻഡിൻ്റെ പുറകെ പോകും. അത് കഴിഞ്ഞ് അടുത്ത ട്രെൻഡ് വരുമ്പോൾ അതിൻ്റെ പുറകെ പോകും. എന്നുവെച്ചാൽ ഇവർ ട്രെൻഡിനനുസരിച്ചിട്ട് ആ ഒരു മൊമെൻറ്റിന് വേണ്ടി അവർ ജീവിക്കുന്നത്. അവർ ഫ്യൂച്ചറിലേക്കൊന്നും അവർ വെക്കുന്നില്ല. ഫ്യൂച്ചറിലേക്ക് പൈസ സമ്പാദിക്കാൻ വേണ്ടി ആൾക്കാർ ഒരുപാട് നോക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഫ്യൂച്ചറിലേക്ക് ആരും ഓർമ്മകൾ സമ്പാദിക്കുന്നില്ല. നമ്മൾ ഓർമ്മകളാണ് സമ്പാദിക്കേണ്ടത്. നല്ലവണ്ണം സമ്പാദിക്കണം. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ എന്തിനാണ് നിങ്ങൾ തമ്മിൽ തല്ലുന്നത്? എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് രാഷ്ട്രീയ മതം ഒന്നും ഇല്ലായിരുന്നു. ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് രാമായണം ക്വിസിൽ എനിക്ക് 1ാം സമ്മാനം ഉണ്ടായിരുന്നു. എനിക്കറിയാം, നിങ്ങൾ എൻ്റെ ഇരുട്ടി ഹൈസ്കൂളിൽ ചോദിച്ചാൽ മതി. 1ാം സമ്മാനം ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഭഗവത്ഗീത വായിക്കാറുണ്ട്. ഒരു വർഗീയതയില്ല. ഞങ്ങളൊക്കെ രാമായണം മഹാഭാരതമൊക്കെ സീരിയൽ കാണുമായിരുന്നു. ഒരു വർഗീയതയില്ല. ഇപ്പോഴത്തെ കുട്ടികൾ രാമായണം മഹാഭാരതമൊക്കെ സീരിയൽ കാണും. കാരണം അവിടെ വർഗീയത വന്നു. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് വർഗീയ രാഷ്ട്രീയ പാർട്ടികൾ വന്നു. പണം സമ്പാദിക്കാൻ വേണ്ടി മതങ്ങൾ വെക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് നശിക്കുന്നതോ നമ്മുടെ തലമുറയും നമ്മുടെ മെമ്മറീസുമാണ്. എൻ്റെ മൊബൈലിലെ പ്ലേലിസ്റ്റിൽ ഇപ്പോഴും അയ്യപ്പ ഭക്തി ഗാനങ്ങളുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പോഴും എൻ്റെ മൊബൈലിലെ പ്ലേലിസ്റ്റിൽ അയ്യപ്പ ഭക്തി ഗാനങ്ങളുണ്ട്. കാരണം എന്തുകൊണ്ടാണ് അറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടം കേൾക്കാൻ. എൻ്റെ ഓർമ്മയിൽ ആ ഗാനങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് കിട്ടിയ മൊമെൻറ്റ്സ് വളരെ സ്വീറ്റാണ്. അപ്പോൾ ആ ഒരു മൊമെൻറ്റ്സ് റീക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ പാട്ടുകൾ കേട്ടേ പറ്റും. ഞാൻ കേൾക്കാറുണ്ട്, ഒറ്റക്കുണ്ടാകുമ്പോൾ കേൾക്കാറുണ്ട്, ഏതെങ്കിലും രാജ്യത്ത് ട്രാവൽ ചെയ്യുമ്പോൾ കേൾക്കാറുണ്ട്, എൻ്റെ ഗോൾഡ് വിങ്ങിൽ പോകുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഞാൻ മതം കാണുന്നില്ല, ഒരു പോസിറ്റീവ് എനർജി. പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പണം സമ്പാദിക്കണം തീർച്ചയാണ്. പക്ഷേ പണം സമ്പാദിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ നല്ല ഓർമ്മകൾ സമ്പാദിക്കണം കേട്ടോ. നല്ല ഓർമ്മകൾ സമ്പാദിക്കണം. നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ നമ്മൾ ഒരുപാട് ചിലവഴിക്കണം. അതുപോലെ തന്നെ നമ്മൾ പേരൻസിനെ നമ്മൾ നോക്കണം. നമ്മളെ ഫ്രണ്ട്സിനെ നമ്മൾ കെയർ ചെയ്യണം. മതം, ജാതി, വർഗീയത, രാഷ്ട്രീയം ഇതൊക്കെ ലൈഫിൽ നിന്ന് മാറ്റി വെക്കുക. 24 മണിക്കൂറും പഠിക്കാതെ ആവശ്യത്തിന് പഠിക്കുക. കുറച്ച്
കലാപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുക, അതുപോലെ തന്നെ കുറച്ച് ഹെൽത്തിയായ കാര്യങ്ങൾ ചെയ്യുക. എപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത്. സോഷ്യൽ മീഡിയ നിങ്ങൾ എത്രത്തോളം ഉപയോഗിക്കുക അത്രത്തോളം നിങ്ങളുടെ ലൈഫ് വേസ്റ്റാണ്. ഓപ്പണായിട്ട് പറയാം. ഇപ്പം നമുക്ക് കാണാം, ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്നത് ചെറിയ കുട്ടികൾ 4, 5 അല്ലെങ്കിൽ ആ ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇപ്പോൾ ടാബ് പിടിച്ചിരിക്കില്ല. ഇവർക്ക് എന്ത് ഓർമ്മ ഇവർക്ക് ഫ്യൂച്ചറിലേക്കുള്ളത്? ഇവർക്ക് ഒരു ഓർമ്മയില്ല. ഇവർ 40 വയസ്സ് 50 വയസ്സാകുമ്പോഴേക്കും ഇവർ തിരിഞ്ഞു നോക്കും, ഇവർക്ക് ഓർമ്മിക്കാനൊന്നുമില്ല. ഈ കുട്ടിക്കാലത്ത് കണ്ട കാർട്ടൂണും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. കുട്ടിക്കാലത്ത് കണ്ട കാർട്ടൂൺ ഒരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള ഇൻട്രസ്റ്റ് പോവും. ഞാനൊരു ഇൻഫ്ലുവൻസറാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാനും എൻ്റെ കുടുംബം കഞ്ഞി കുടിച്ച് പോകുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയ വഴിയാണ്. പക്ഷേങ്കിൽ എൻ്റെ 2 മക്കൾ മൊബൈൽ ഉപയോഗിക്കാറില്ല. 2 പേർക്കും മൊബൈൽ ഉപയോഗിക്കാൻ കൊടുക്കാറില്ല. 2 പേർക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ടും കൊടുക്കാറില്ല. 2 ആൾക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട്. മാജിക്ക് 1,82,000 ഫോളോവേഴ്സ് ഉണ്ട്. അവൻ്റെ പ്രൊഫഷണൽ മോട്ടോക്രോസ് റൈഡറാണ്. പക്ഷെ എന്നാലും അവനിക്ക് ഞാൻ കൊടുക്കാറില്ല. ആകെ കൊടുക്കുന്നത് ടി വിയിൽ നമ്മൾ വെച്ചെടുക്കും സോങ്സും കാര്യങ്ങളൊക്കെ. അതല്ലാതെ ടാബ് കൊടുക്കാറില്ല. കാരണം ഇതേപോലുള്ള സംഭവം നമ്മുടെ ബ്രെയിൻ കില്ല് ചെയ്യും. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നില്ലേ, ഞാൻ എൻ്റെ റിയൽ വേൾഡിൽ ഇതിൻ്റെ സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങൾ വീഡിയോ കാണുന്നത് റിയൽ വേൾഡിലല്ല. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വീഡിയോ ചെയ്യുന്നത് ഞാനുള്ളത് വേറെ രാജ്യത്താണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വേറൊരു രാജ്യത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ട്രാവൽ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയല്ലേ ഫീൽ ആവുന്നത്? അപ്പോൾ നിങ്ങളുടെ മക്കൾ അവർ ആ ഒരു റിയൽ ലൈഫിൽ ജീവിക്കാതെ എവിടെയോ കിടക്കുന്ന കാർട്ടൂണും കണ്ട് ആ ഒരു സമയത്ത് ജീവിക്കുമ്പം അവർക്ക് എന്ത് മെമ്മറീസ് കിട്ടുന്നത്? നമ്മുടെ കുട്ടിക്കാലം എങ്ങനെയാണോ അതുപോലെ നമ്മുടെ മക്കളുടെ കുട്ടിക്കാലം ആക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെങ്കിൽ അവരുടെ പ്രായമാകുന്ന കാലത്ത് അവർക്ക് നല്ല ഓർമ്മകൾ കൊടുക്കാനെങ്കിൽ നമുക്ക് പറ്റട്ടെ കേട്ടോ. നിങ്ങൾക്ക് ബോറടിച്ചതെന്ന് എനിക്കറിയില്ല. അനുഭവങ്ങളാണ്, എക്സ്പീരിയൻസ് ആണ്. ആരോടെങ്കിലും പറയണം തോന്നി, എനിക്ക് പറയാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, പ്ലീസ് നിങ്ങളുടെ ലൈഫിലെ വിലപ്പെട്ട മൊമെൻറ്റ്സ് നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ ലൈഫിൽ നല്ല നല്ല മെമ്മറീസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. പ്രായമാകുന്ന സമയത്ത് നമുക്ക് പൈസനേക്കാൾ കൂടുതൽ ഉപകരിക്കുന്നത് ഇത്ര ഓർമ്മകളാണ്. എനിക്കൊരിക്കലും എൻ്റെ കുട്ടിക്കാലം തിരിച്ചു കിട്ടില്ല, അത് പോയി. പക്ഷെ ഞാൻ നല്ല രീതിയിൽ എന്താ പറയുക, നല്ല രീതിയിൽ ഞാൻ എൻജോയ് ചെയ്തു കേട്ടോ. നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാനിങ്ങനെ ഇരുന്ന് ഇമോഷണലായി ഞാനിങ്ങനെ തിങ്ക് ചെയ്യുമ്പോൾ എനിക്ക് കാണാം, എനിക്ക് എൻ്റെ പഴയ ഫ്രണ്ട്സിനെ കാണാം. അവരൊക്കെ എനിക്ക് ഓർമ്മ വരും. സ്കൂൾ ലൈഫ് ഓർമ്മ വരും. സ്കൂളിലെ ജനലിലെ കമ്പി വരെ അടിച്ചു കൊണ്ടുപോയി വിറ്റിട്ട് നമ്മൾ ജീവിച്ചിട്ടുണ്ട്. അതൊക്കെയാണ്. ക്ലാസ് കട്ടിയിട്ട് പറമ്പിൽ പോയിട്ടുണ്ട്. അടി, ഒച്ചപ്പാട്, ഒരു കേസ്, ഹർത്താൽ ബന്ദ്, പോയി. നിങ്ങളുടെ സമയമാണ് മക്കളെ, നിങ്ങളുടെ ജീവിതമാണ്. ഓർമ്മകൾ സമ്പാദിക്കാൻ നോക്ക്. ഇനിയെങ്കിലും അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കട്ടെ. ഓക്കെ, ബൈ. നാളെ കാണാം.